CJPയുടെ ക്യാമ്പയിൻ ഭയന്ന് സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ രാജസ്ഥാൻ സർക്കാർ. CJP സ്പോക്ക് പേഴ്സൺ അശുതോഷ് രംഗ ഒരു ക്യാമ്പയിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ ഇംപ്രൂവ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് അവിടെ പോയി അവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഒരു ഓഡിറ്റിംഗ് ക്യാമ്പയിൻ. എന്നാൽ ഇത് കേട്ട് വെപ്രാളത്തിൽ രാജസ്ഥാൻ സർക്കാർ ഈ ഒരു സർക്കുലർ ഇറക്കി. ഇതിൽ നിന്നും വ്യക്തമാണ് അവർക്ക് പലതും ഒളിപ്പിക്കാനുണ്ട് എന്നുള്ളത്. എന്തിനേറെ പറയുന്നു, രാജസ്ഥാൻ ഹൈക്കോടതി തന്നെ 86,000 ക്ലാസ് റൂമുകൾ അടച്ചു പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഈ സർക്കുലറിൽ എന്താണെന്ന് നോക്കാം. ഈ സർക്കുലറിൽ ആദ്യം തന്നെ ഉള്ളത് റെസ്ട്രിക്റ്റഡ് എൻട്രി ആണ്. അതായത് പുറത്തുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ഉള്ള ആളുകൾക്കോ പ്രയർ പെർമിഷൻ, അതായത് അവിടുത്തെ പ്രിൻസിപ്പളിന്റെയോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ പ്രയർ പെർമിഷൻ ഇല്ലാതെ ആ ഒരു പ്രൊമൈസിൽ സ്കൂളിലേക്ക് കയറാൻ പറ്റില്ല. ഗവൺമെന്റ് ഒഫീഷ്യൽസിന് എക്സെപ്ഷൻ ഉണ്ട്. അതുപോലെ വിസിറ്റേഴ്സ് രജിസ്റ്റർ ഉണ്ടാക്കണം. അതായത് സ്കൂളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം, ആ വിസിറ്ററിന്റെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ എഴുതി വെക്കണം. അതുപോലെ പ്രൊഹിബിറ്റഡ് സോൺ വിത്തിൻ സ്കൂളിൽ പ്രൊഹിബിറ്റഡ് സോൺ, അതായത് പുറത്തുള്ള ആളുകൾക്ക് അവിടെ ക്ലാസ് റൂം, ലബോറട്ടറീസ്, അതുപോലെ ലൈബ്രറീസ്, ഹോസ്റ്റൽസ്, പ്ലേ ഗ്രൗണ്ട്, വാഷ്റൂം, ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല. ഇവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യലോ എന്ത് ചെയ്യണം, അവരുടെ കൂടെ ഉണ്ടാവണം. നല്ല കാര്യം. അതുപോലെ മീഡിയ ആൻഡ് റെക്കോർഡിംഗ് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഫിലിംസ് എടുക്കാൻ, വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇന്റർവ്യൂ നടത്താൻ പറ്റില്ല, അതുപോലെ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, ലൈവ് സ്ട്രീമിംഗ് നടത്താൻ പറ്റില്ല, ടീച്ചറോ സ്റ്റുഡൻസോ ആയിട്ടോ ആക്ടിവിറ്റീസ്, അതുപോലെ സ്കൂളിലെ ഇവന്റ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പ്രിൻസിപ്പാളിന്റെയോ അല്ലെങ്കിൽ അവിടെയുള്ള ഹെഡ് ആരാണോ അവരുടെ പെർമിഷൻ എടുത്തതിന് ശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പെർമിഷൻ കിട്ടുമോ? അതായത് ഒരു സ്കൂളിൽ പോയി ആ സ്കൂളിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും ഗതികെട്ട സ്കൂളാണ്. അതായത് പൊളിഞ്ഞു വീഴാൻ പോകുന്ന ഒരു സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പാളിനോട് ചോദിക്കലാണ്, ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെ എയറിലായിക്കോട്ടെ, ആരെങ്കിലും സമ്മതിക്കോ? ഇനി പ്രൊട്ടക്ഷൻ ഓഫ് ദി സ്റ്റുഡന്റ് ഡാറ്റ, അതായത് ആ സ്കൂളിലെ ഹെഡ് എന്ത് ചെയ്യണം, ഈ സ്റ്റുഡൻസിന്റെ പേഴ്സണൽ ഇൻഫർമേഷൻസ്, ഫോട്ടോഗ്രാഫ്, വീഡിയോസ്, ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കളക്ട് ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ കാര്യം പറഞ്ഞിട്ടുള്ളത് അവരുടെ സേഫ്റ്റി, ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി ആണ്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അതുപോലെ ആക്ഷൻ അഗൈൻസ്റ്റ് വയലേറ്റേഴ്സ്, ഇത് വയലേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾ വിത്തൗട്ട് പെർമിഷൻ ഇല്ലാതെ അവിടെ കയറുകയോ അല്ലെങ്കിൽ അവിടുന്ന് പോകാൻ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, ഫോട്ടോ എടുത്തു, വീഡിയോ എടുത്തു, ഇത് എന്ത് ചെയ്യും, സർക്കുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു, അതുപോലെ സ്കൂൾ ഫംഗ്ഷനെ ഡിസ്റപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രിൻസിപ്പൾ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രിൻസിപ്പൾ ലോക്കൽ പോലീസിനെ അറിയിക്കുക, അതുപോലെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ അതോറിറ്റിയും അറിയിക്കുക. ലീഗൽ ആക്ഷൻസ് എന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത 2023, അതുപോലെ പോക്സോ ആക്ട് 2012, ജുവാനിയൽ ജസ്റ്റിസ് ആക്ട് 2015, അതുപോലെ IT ആക്ട് 2000 ആൻഡ് അതർ ആപ്ലിക്കബിൾ ലോ. ഈ ലോ ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യും, അവരെ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് ഈ ഒരു സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. ഈ സർക്കുലറിൽ കൃത്യമായി പറയുന്നത്, അതായത് ഇത് സർക്കുലർ എന്ന് പറയുന്നത് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. രാജസ്ഥാനിലെ മുഴുവൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും ബാധകമായിട്ടുള്ള ഒരു ഇതാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ളത് സേഫ്റ്റി, ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി ഓഫ് ദി സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതിൽ ഡിഗ്നിറ്റി, ഈ പറയുന്ന ഡിഗ്നിറ്റി അവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനും ഉണ്ട്. അതായത് രാജസ്ഥാനിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ഇതേ ഡിഗ്നിറ്റി ഉണ്ട്, റൈറ്റ് ഉണ്ട്. അതായത് നല്ല ഒരു അറ്റ്മോസ്ഫിയറിൽ നല്ല ബേസിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതായത് ക്ലാസ് റൂം, നല്ല ടീച്ചേഴ്സ്, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, നല്ല വാഷ്റൂം, അങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റീസിലും പഠിക്കാനുള്ള ഡിഗ്നിറ്റി ഈ രാജ്യത്തെ ഓരോ സ്റ്റുഡൻസിനും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഡിഗ്നിറ്റി പറയരുത്. ശരിയാണ്, സ്കൂളിൽ പോയിട്ട് വീഡിയോ, ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ അവരുടെ പ്രൈവസി, സേഫ്റ്റി ഒക്കെ കൺസേൺ ആണ്. പക്ഷേ ഈ പറയുന്ന നോർത്ത് ഇന്ത്യയിലെ പകുതിയിൽ കൂടുതൽ സ്കൂളുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ പേരിനൊരു സ്കൂൾ മാത്രമാണ്. അവിടെ സ്റ്റുഡൻസ് പോയി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒന്നുകിൽ കിടന്നുറങ്ങും, ഇല്ലെങ്കിൽ മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ടിരിക്കും. എന്തിന്, ഇംഗ്ലീഷിന്റെ ടീച്ചറിന് ഇംഗ്ലീഷിന് എഴുതാൻ പോലും അറിയാത്ത അവസ്ഥയാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല, ടീച്ചേഴ്സ് ഇതേപോലെ കടന്നുറങ്ങുമ്പോൾ കുട്ടികൾ അവിടെ തല്ലുണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ നടന്നിരിക്കും. അതായത് അവിടെ വിദ്യാഭ്യാസം നടക്കുന്നില്ല. പല സ്കൂളുകളിലെയും അവസ്ഥ ഇതാണ്. പല വീഡിയോസും നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള സ്ഥലത്താണ് ഇവർ സേഫ്റ്റി, പ്രൈവസി, അതുപോലെ ഡിഗ്നിറ്റി എന്നും പറഞ്ഞിട്ട് വരുന്നത്. എന്തിന്, രാജസ്ഥാൻ ഹൈക്കോടതി 86,000 ക്ലാസ് റൂം അടച്ചു പൂട്ടിയിട്ടുണ്ട്, സേഫ്റ്റി കൺസേൺ പറഞ്ഞിട്ട്. അതായത് ആ ക്ലാസ് റൂം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാം. കുട്ടികളുടെ സേഫ്റ്റി പ്രമാണിച്ചിട്ട് രാജസ്ഥാൻ ഹൈക്കോടതിയാണ് 86,000 ക്ലാസ് റൂമുകൾ അൺസേഫ് എന്ന് പറഞ്ഞിട്ട് പൂട്ടിച്ചിട്ടുള്ളത്. അതുപോലെ 2 വർഷത്തിനുള്ളിൽ ഏകദേശം 8 to 9 ലക്ഷം സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പ് മതിയാക്കിയിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു വീഡിയോ കാണാം.
അങ്ങനെ ഈ പയ്യൻ മാജിക് ഒക്കെ കാണിച്ചു ഒന്ന് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് പോയി സംസാരിച്ചു. ഞാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ഈ പയ്യന്റെ സ്മാർട്ട്നെസിനെ കുറിച്ച് ഞാൻ അങ്ങനെ സംസാരിച്ചു. മോന്റെ കഴിവ് ഉന്നതിയിലേക്ക് എത്തും, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. പതുക്കെ പതുക്കെ ഞാൻ ഈ പയ്യന്റെ ഫാമിലി ഡീറ്റെയിൽസും ഈ പയ്യന്റെ അവസ്ഥയെ കുറിച്ചൊക്കെ ഞാൻ ചോദിച്ചു. ഞാൻ പയ്യന്റെ അടുത്ത് വിളിച്ചു, മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേന്ന് ചോദിച്ചു. ആ പയ്യൻ എന്നോട് പറഞ്ഞത്, ഞാൻ ക്ലാസ്സിലൊന്നും പോണില്ല, ഞാൻ പഠിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മോൻ പഠിക്കാതെ? പഠിക്കാനുള്ള സാഹചര്യം ഇല്ല. അതെന്താ ഇല്ലാത്തതെന്ന് ചോദിച്ചു. ആ പയ്യന് അവിടുത്തെ വിദ്യാഭ്യാസ രീതിയെ കുറിച്ചൊന്നും പറയാൻ അറിയില്ല, കാരണം ആ പയ്യൻ സ്കൂളിലൊന്നും പോയിട്ടില്ല. ഈ പയ്യനാണ് അവന്റെ വീട്ടുകാരെ പോറ്റുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ആ മിടുക്കനായ പയ്യൻ ആ പയ്യന്റെ വീട്ടിലേക്ക് എന്നെ ക്ഷണിക്കാനും ഞാനും മെഹനും ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു കൗതുകം, എങ്ങനെയാണ് ഈ പയ്യൻ ജീവിക്കണേ എന്നൊക്കെ എനിക്ക് അറിയണമെന്ന് തോന്നി. ഞങ്ങൾ അങ്ങനെ ഈ പയ്യന്റെ കൂടെ ഈ പയ്യന്റെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് പോകുന്ന വഴികളാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്. അത്ഭുതത്തിനുപരി ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചതെന്ന് തന്നെ പറയാം. കാരണം ഈ സ്മാർട്ടായിട്ടുള്ള പയ്യൻ, മാജിക്കുകൾ കൊണ്ട് ആകർഷിക്കുന്ന പയ്യൻ എങ്ങനെയാണ് താമസിക്കണേ എന്ന് കാണുമ്പോൾ ഉള്ള വിഷമാണ് എനിക്കുണ്ടായി. അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി കണ്ട് ഭയങ്കരമായിട്ട് സങ്കടമായി. അങ്ങനെ ഞങ്ങള് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന വഴികൾ തൊട്ടപ്പുറത്തുള്ള കാഴ്ചകൾ, പൊളിഞ്ഞ വീടുകൾ, പൊളിഞ്ഞ മതിലുകൾ. ഞങ്ങൾ നടക്കുന്നത് കണ്ട് ഞങ്ങളുടെ പിറകിക്കൂടെ കുറെ കുട്ടികൾ അടക്കം കൂടി. ആ കുട്ടികൾ ഞങ്ങളുടെ മേത്ത് തുടരുന്നുണ്ടായിരുന്നു, എന്തെങ്കിലും തരണേന്നൊക്കെയും കാണിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായിരുന്നു. എന്ത് കുഞ്ഞു മക്കളാണെന്നറിയാം അവര് സ്കൂളിൽ പോയി പഠിക്കേണ്ട സമയത്ത് അവരൊന്നും പഠിക്കാതെ കഷ്ടത അനുഭവിച്ച് നടക്കാണ്. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ആ പയ്യന്റെ വീട്ടിലേക്ക് പോകുന്ന വഴികളിലുണ്ടായ സംഭവമാണ്. അങ്ങനെ ഞാൻ ആ പയ്യന്റെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾക്ക് ഒരു കപ്പ് ചായ തന്നു. അവിടെ ഒരു അപ്പൂപ്പനുണ്ടായിരുന്നു. ഈ പയ്യന്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കാലെല്ലാം തളർന്നിരിക്കാണ്. അദ്ദേഹം ഒരു മജീഷ്യനായിരുന്നു. ഇവരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മാജിക് ആണ്. ഈ പയ്യന്റെ അച്ഛനും മാജിക് കാണിക്കും. ഈ ഫാമിലി മൊത്തം മജീഷ്യൻസ് ആണെന്നാണ് എന്റെ അടുത്ത് അവർ പറഞ്ഞത്. അവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു, ഈ പയ്യൻ ഇത്ര സ്മാർട്ട് അല്ലേ, നിങ്ങൾ എന്താ സ്കൂളിലേക്ക് വിടാത്തെന്ന് ചോദിച്ചു. അവർ എന്റെ അടുത്ത് പറഞ്ഞു, സ്കൂളിലേക്ക് വിടണമെങ്കിൽ കുറെ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിന് ഇത്ര പൈസ? ഗവൺമെന്റ് സ്കൂൾസ് ഉണ്ടല്ലോ, കേരളത്തിലാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുണ്ട്, ഒറ്റ പൈസ ചെലവില്ലാതെ അവിടെ വിദ്യാഭ്യാസം എല്ലാം മുന്നോട്ട് പോകുന്നു പറഞ്ഞു. അവർ പറഞ്ഞു, അതുപോലത്തെ അവസ്ഥയല്ല ഇവിടെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട്, അത്തരം ഫെസിലിറ്റീസ് ഒന്നുമില്ല, ടീച്ചേഴ്സ് പറയാനായിട്ട് ആരുമില്ല. അവിടെയുള്ള കുട്ടികളെല്ലാം ഗവൺമെന്റ് സ്കൂളിൽ വിടും. ഫസ്റ്റ് പീരീഡ് മാത്രം എടുക്കാൻ സാധ്യതയുള്ളൂ. പിന്നെ കുട്ടികളുടെ അടുത്ത് പോയി കളിച്ചോളാൻ പറയും. കുട്ടികളാണെങ്കിൽ തമ്മി തല്ലും. അങ്ങനെ തല്ലുകൂടി ദേഹത്തെല്ലാം പരിക്കേറ്റിട്ട് വീട്ടിലേക്ക് വരും. അവിടെ ടീച്ചേഴ്സ് ഇവരൊന്നും കെയർ ചെയ്യില്ല എന്ന് പറഞ്ഞു. പിന്നെ അവരെടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ സ്കൂളിലടക്കം ജാതി മത വേർതിരിവ് അടക്കമുണ്ടെന്നാ പറഞ്ഞു. അത് കേട്ടപ്പോൾ വളരെ രീതിയിൽ വിഷമമായി. ഈ കുട്ടികളുടെ ഉള്ളിലടക്കം വിഷം കുത്തിവെച്ചുകൊണ്ടിരിക്കുക ഈ വളർന്നു വരുന്ന കുഞ്ഞി പൈതലാണ്. ആ പയ്യൻ ഇത്ര സ്മാർട്ടായിട്ടും അവനൊന്നും വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവന്റെ ആ കഴിവ് വെച്ച് അവന് ഏത് ലെവലിലെത്താൻ പറ്റും എന്നാണ് ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായക്കും കുടിച്ച് അവരുടെ അടുത്ത് ഞാൻ യാത്ര പറഞ്ഞു. പോകുന്ന വഴി അവിടുത്തെ പിള്ളേരുടെ കാഴ്ചകളൊക്കെ കാണും. വളരെ രീതിയിൽ വിഷമം. നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ പറ്റില്ല. നമ്മൾ കേരളത്തിന് പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിലത്തെ യഥാർത്ഥ അവസ്ഥ മനസ്സിലാവുന്നത്. കുറെ പേര് പറയും നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. കേരളത്തിന്റെ പോലത്തെ ഒരു ഫെസിലിറ്റി നോർത്ത് ഇന്ത്യയിലില്ല. നിങ്ങൾ ഈ കാഴ്ചകൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ കുറെ സ്ഥലത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിലും കേരളത്തിന്റെ അത്ര ഫെസിലിറ്റീസ് ഒന്നും നോർത്ത് ഇന്ത്യയിലില്ല. നമ്മുടെ വീഡിയോയിൽ കാണുന്നത് കുറച്ച് ക്ലീനായ സിറ്റികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത്. അതാണ് യാത്ര ചെയ്യാതെ അവിടെ നടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൽ കണ്ടിട്ടുള്ളത് ഒരു രാജസ്ഥാനിലെ പയ്യന്റെ അവസ്ഥയാണ്. പക്ഷേ ഇതൊരു രാജസ്ഥാനിലെ പയ്യന്റെ അവസ്ഥ മാത്രമല്ല, രാജ്യത്ത് ഒട്ടാകെ ഇതേ പ്രശ്നമുള്ള അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഗവൺമെന്റ് പാർലമെന്റിൽ വെച്ചിട്ടുള്ള ഡാറ്റ പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിന്റെ ഉള്ളിൽ 65.7 ലക്ഷം സ്റ്റുഡൻസ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇത്രയും കുട്ടികൾ വിദ്യാഭ്യാസം മതിയാക്കിയിട്ടുണ്ട്. കാര്യം എന്താണ്? അതുപോലെ നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം 89,000-ൽ കൂടുതൽ സ്കൂളുകൾ അടച്ചു പൂട്ടിയിട്ടുണ്ട് ഇന്ത്യയിൽ മൊത്തത്തിൽ. അപ്പോൾ ഇതിന്റെയൊക്കെ പിന്നിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സ്കൂളുകൾ അടച്ചു പൂട്ടുക, സ്കൂൾ ഡ്രോപ്പ് ഔട്ട് റേറ്റ് കൂടുക. രാജസ്ഥാനിലെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അതായത് 2 വർഷത്തിനുള്ളിൽ 8 മുതൽ 9 ലക്ഷം സ്റ്റുഡൻസ് ആണ് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വലിയ ഡാറ്റാസ്, ഇത്രയും വലിയ കണക്കുകൾ, ഇത്രയും വലിയ കുട്ടികൾ എന്തുകൊണ്ട് സ്കൂളുകൾ അവസാനിപ്പിക്കുന്നു? അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. പല സ്കൂളുകളിലും പ്രോപ്പർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഇല്ല, ടീച്ചേഴ്സ് ഇല്ല, ക്വാളിറ്റി ഇല്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇതൊക്കെ ആരാണ് പരിഹരിക്കുക? എന്തുകൊണ്ട് പരിഹരിക്കുന്നില്ല? ചോദ്യങ്ങളെ ഭയന്നിട്ടോ? അതായത് ഒരു തലമുറ വിദ്യാഭ്യാസം കരസ്ഥമാക്കി കഴിഞ്ഞാൽ ആ തലമുറ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങും. അപ്പോൾ ആ ചോദ്യങ്ങളെ ഭയന്നുകൊണ്ടാണോ ഇതുപോലുള്ള വിദ്യാഭ്യാസങ്ങൾ ഇപ്പോൾ അവസാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നുമല്ല ഇന്ത്യയുടെ പ്രശ്നം. ഇന്ത്യ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാ കണ്ടോളൂ. കണ്ടില്ലേ, ഇതൊരു പ്രതിഷേധമാണ്. സുരേഷ് ഗോപി വന്ദേ ഭാരത് ട്രെയിനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു. പക്ഷേ അവിടെ വന്ദേ മാതരം
പാടിയില്ല. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ്. അതായത് വന്ദേ മാതരം അവിടെയും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള ചർച്ച മുഴുവൻ അതാണല്ലോ. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ ആലപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പ്രശ്നവും തീരും എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ആ പ്രശ്നം തീരുന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ പ്രശ്നവും തീരുമോ? വേറൊരു വീഡിയോയും കൂടി കാണാം. നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ ഒരു അവസ്ഥ നിങ്ങൾക്ക് കാണാം. അതൊരു പുവർ റിച്ചിന്റെ ഒറ്റ ഫ്രെയിമിൽ നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ വീഡിയോ ഇടുന്നത് വേറെ ഒന്നും കൊണ്ടെന്നല്ല, ഇന്ത്യയുടെ യഥാർത്ഥ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ എന്താണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ഇതുപോലത്തെ താജ്മഹലും അടിപൊളി സ്ഥലങ്ങൾ മാത്രമാണ്. പക്ഷെ അതൊരു ചെറിയ ഏരിയയിൽ മാത്രമല്ലോ ഇത്ര വൃത്തിയായിട്ടുള്ളൂ. റെസ്റ്റ് ഓഫ് ദി ഏരിയ ഭയങ്കര വൃത്തികേടാണ്. ഞാൻ ന്യൂഡൽഹിയെ കുറിച്ചാണ് പറയുന്നത്. ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ന്യൂഡൽഹി. നമ്മുടെ ന്യൂഡൽഹി ഇത്രയും വൃത്തികെട്ട രീതിയിലാണെങ്കിൽ പുറത്തുള്ളവർ നമ്മുടെ ഇന്ത്യക്ക് എന്ത് വിലയാണ് കൊടുക്കണേ? ഞാനിതൊരു രാഷ്ട്രീയപരമായിട്ട് പറയുന്നതല്ല, ഇതിനൊരു മാറ്റം വരണം. നമ്മൾ ഏത് രാഷ്ട്രീയ പാർട്ടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഗവേണൻസ് ഭരിക്കുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്. പ്രായമായിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയുന്നതല്ല, യങ്സ്റ്റേഴ്സ് ഉണ്ടെങ്കിലാണ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. എന്റെ ഇന്ത്യൻ യാത്രയിൽ ഞാൻ ഡൽഹിയിൽ എത്തിയപ്പോ ഞാൻ ഡൽഹിയിൽ കണ്ട കാഴ്ചയാണ്. ഡൽഹി നമ്മുടെ ക്യാപിറ്റലാണ്. വിദേശികളായ ടൂറിസ്റ്റ് ട്രെയിൻ മാർഗം മറ്റ് സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ന്യൂഡൽഹി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഇത് നമ്മുടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റിപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഈ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൽക്കയ്ക്കോ ചണ്ഡീഗഡോ അല്ലെങ്കിൽ കാശ്മീരിലേക്ക് പോകുന്ന വഴി, അതായത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനിൽ ഇടയിലുള്ള ഈ വേസ്റ്റ് കൂമ്പാരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊരു റിയൽ കാഴ്ചയാണ്. ഈ വേസ്റ്റ് കൂമ്പാരത്തിൽ ആൾക്കാർ ഭക്ഷണം കഴിക്കുകയും ആൾക്കാരുടെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നിർവഹിക്കുകയും വെള്ളം കുടിക്കുകയും എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ ഒറ്റൊരു ഫ്രെയിം കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയുടെ യഥാർത്ഥ അവസ്ഥ. പണക്കാരനും പാവപ്പെട്ടവനും തമ്മിൽ താമസിക്കുന്ന ഈ ഒറ്റൊരു ഫ്രെയിം നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ന്യൂഡൽഹി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മ വരുന്നത് താജ്മഹൽ. താജ്മഹൽ ശരിക്കും പറഞ്ഞാൽ ന്യൂഡൽഹിയിലല്ല, അത് യുപിയിലാണ്. എന്നാലും താജ്മഹൽ, കുത്തബ് മിനാർ, പാർലമെന്റ്, സുപ്രീം കോടതി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ കേന്ദ്രമന്ത്രിമാരെല്ലാരും താമസിക്കുന്ന ഈ സ്ഥലം, ഈ ഹൈക്കമ്മീഷൻ വരെയുള്ള സ്ഥലങ്ങളെല്ലാം എന്ത് വൃത്തിയാണെന്നറിയോ? ഈ സുപ്രീം കോർട്ട് പാർലമെന്റിന്റെ ഭാഗം നോക്കിയാൽ പറഞ്ഞു ഒരു വേസ്റ്റും കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്കും അടിപൊളിയാണ്. എന്തുകൊണ്ട് ആ ഭാഗം മാത്രം അടിപൊളിയാക്കുന്നു? കാരണം നമ്മുടെ ഭരണാധികാരികൾ താമസിക്കുന്ന സ്ഥലം വൃത്തിയായിട്ട് അവർ സൂക്ഷിക്കും. അവർക്ക് ജീവിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട്. റെസ്റ്റ് ഓഫ് ദി ആൾക്കാർ താമസിക്കുന്നത് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റിനും നിങ്ങൾ കാണും ഫുഡ് പോയ്സൺ അടിക്കാൻ പറ്റിയൊരു ഏരിയയാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷന്റെ അവിടെ. ഈ ഭാഗങ്ങളൊന്നും അവർ വൃത്തിയാക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? ഈ ഭാഗം അവർക്ക് ആവശ്യമില്ല. അവർ ട്രെയിനിൽ കയറേണ്ട ആവശ്യങ്ങളൊന്നുമില്ലല്ലോ. അവർ ഫ്ലൈറ്റ് വഴി പോകുന്നത്. അവർക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. എയർപോർട്ടിന്റെ ഭാഗം എല്ലാ ഭാഗങ്ങളെല്ലാം അടിപൊളിയാണ്. അവർക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളൊക്കെ അവർ അടിപൊളിയാക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളോ ഇതുപോലത്തെ വേസ്റ്റ് ആക്കും. എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി മാറണം. കാരണം വിദേശികൾ വന്ന് കാണുന്നത് ഇതാണ്. നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമ്മുടെ ഇന്ത്യയുടെ വില എത്രത്തോളം ഉണ്ടെന്ന്. അവർ ഇതൊക്കെയും കണ്ടിട്ടാണ് നമ്മുടെ കേരളത്തിലെ ചുറ്റുപാടും ഇങ്ങനെയാണെന്ന് കാണുന്നത്. ഇതെനിക്ക് മനസ്സിലായത് ഞാൻ ലാവോസിൽ വെച്ച് ഒരു കാതറിൻ എന്ന് പറഞ്ഞ ജർമ്മനിക്കാരിനെ പരിചയപ്പെട്ടു. അവരെന്റെ അടുത്ത് ചോദിച്ചത് ഇങ്ങനെയാണ്, ഇന്ത്യയുടെ റെസ്റ്റ് ഓഫ് ദി പ്ലേസ് ഇങ്ങനെയാണോ? ഞാൻ പറഞ്ഞു അല്ല, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്യും എന്റെ നാടിനെ കുറിച്ച്, കേരളത്തിനെ കുറിച്ച്. അപ്പൊ അവര് ഗൂഗിൾ ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു കേരളം എന്ത് ബ്യൂട്ടിഫുൾ ആണ്, സേഫസ്റ്റ് സ്റ്റേറ്റ് ആണെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പൊ ഞാൻ പറയും ഇതൊക്കെ സത്യമാണ്. നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാൻ ആ അവസ്ഥ കണ്ടില്ലേ? ഇതിനെ വെച്ചിട്ടാണ് കുറെ ആൾക്കാർ പറയുന്നത് ഇവിടെ UP മോഡൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ അങ്ങനെ പല മോഡലും കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നിലവിളിക്കുന്നത്. പിന്നെ രാജസ്ഥാനിലെ സർക്കാർ ചെയ്ത് കണ്ടില്ലേ? അവിടുത്തെ സ്കൂളിന്റെ അവസ്ഥ പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അവരവിടെ റെസ്ട്രിക്ട് ചെയ്തു. ഇനിയിപ്പോൾ ഇതേപോലെ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇനി പബ്ലിക് പ്ലേസസിലും വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമോ എന്നല്ല. കാരണം അതും ആളുകൾ കാണുമല്ലോ. അപ്പോൾ അതും ഇനി റെസ്ട്രിക്ട് ചെയ്യുമോ എന്നറിയില്ല. ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള അതേ ചോദ്യമാണ് എനിക്കും, അല്ലെങ്കിൽ അതേ സംശയമാണ് എനിക്കും ഉള്ളത്. അതായത് ഈ പറഞ്ഞ സുപ്രീം കോടതിയുടെ പരിസര പ്രദേശം അല്ലെങ്കിൽ പാർലമെന്റ് അങ്ങനെയുള്ള സകല ഗവൺമെന്റിന്റെ എല്ലാ ബിൽഡിങ്സ്, അതുപോലെ നമ്മളെ മിനിസ്റ്റേഴ്സ് ഒക്കെ താമസിക്കുന്ന സ്ഥലം, ആ ഏരിയ മുഴുവനും ഒക്കെ വെൽ ക്ലീൻഡ് ആണ്. പക്ഷെ എന്തുകൊണ്ട് അതേ ക്ലീൻനെസ് ഇവർക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ പലരും പറയുന്ന കാരണങ്ങൾ സിവിക് സെൻസും അതുപോലെ എഡ്യൂക്കേഷൻ ഇല്ലായ്മയാണ്. പക്ഷെ ഈ എഡ്യൂക്കേഷൻ ഇല്ലായ്മ എന്ന് പറയുന്നത് ആദ്യം അത് ശരിയാക്കണം. പക്ഷെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളുകൾ അടച്ചു പൂട്ടുന്നു. അതുപോലെ സ്കൂളിലെ കുട്ടികൾ, അതായത് സ്റ്റുഡൻസ് അവരുടെ പഠിപ്പ് വിദ്യാഭ്യാസം മതിയാക്കി പോകുന്ന കാര്യങ്ങളൊക്കെയാണ് ഡാറ്റാസ് പ്രകാരം നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നന്നാക്കാൻ ഇവർ ഉദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.